ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസുകാരൻ കൊറിയയിലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂളിലെ ഒരു ഹൈസ്കൂൾ പയ്യനായിട്ട് വന്നാലോ. ഫെബ്രുവരി 21 റിലീസായിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി ജോൺറയിൽ പെടുന്ന അണ്ടർ കവർ ഹൈസ്കൂൾ എന്ന സീരീസിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആഴ്ചയിൽ 2 എപ്പിസോഡുകൾ വെച്ചിട്ടാണ് എയർ ചെയ്യുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ നായകൻ, ഇവൻ്റെ പേര് ഹേസു എന്നാണ്, ആളൊരു പോലീസ് ഓഫീസറാണ്. ഒരു മോട്ടോർ ബൈക്കിൽ ഇങ്ങനെ വരുന്നതും ഈ ഒരു ദിവസമാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റി മറിച്ചതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡീലിംഗ് നടക്കുന്നുണ്ട് നൈറ്റിലേട്ടോ. അതായത് കൊറിയയിലെ തന്നെ ഒരു ട്രഷർ വിൽക്കാൻ വേണ്ടിയിട്ട് അത് മോഷ്ടിച്ച ആൾ ഒരു ഫോറിനറുടെ അടുത്ത് എത്തുന്നതും അയാൾ ഡോളറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പരിശോധിക്കുന്ന ടൈമിൽ നമ്മുടെ നായകൻ ഹീസു ആണെങ്കിൽ ഇവർ കാണാതെ ഫോട്ടോ എടുക്കുന്നതും സാറിനെ വിളിച്ചിട്ട് എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കൊറിയയിലെ തന്നെ ട്രഷറാണ്. അതായത് തിരിച്ചു നല്ല സേഫായിട്ട് തിരിച്ചു കൊടുക്കണം, അതുകൊണ്ട് അവരെ പിടിക്കുന്നതിനൊപ്പം തന്നെ ഇതിനൊന്നും പറ്റാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ സാറ് പറയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഒരുത്തിന് ഇവനെ കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ നൈസായിട്ട് ചാടിയാലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും വേണ്ട, കാലൊടിയെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നതും അവിടെ ഒരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ഈ തക്കത്തിന് ഇവൻ്റെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ, ഹ്യുൻ എന്നാണ് പേര്. ആള് വന്നിട്ട് ഇവരുടെ കയ്യിൽ വിലങ്ങണിയിക്കുന്നതും ഈ ട്രഷർ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഈ ട്രഷർ വിൽക്കാൻ വന്ന ആൾ തന്നെ അത് തട്ടിപ്പറിച്ച് ഒരു കാറിൽ കയറി പോകുന്നതാണ് ഹീസു കാണുന്നത്. ഹീസു ആണെങ്കിൽ ഇയാൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വേടിയൊക്കെ വെക്കുന്നുണ്ട്. ഒരു കാര്യം ഉണ്ടാകത്തില്ല. പിന്നീട് ഈ മോട്ടോർ ബൈക്കിൽ ഈ കാറിന് അതിവേഗത്തിൽ ഫോളോ ചെയ്യുന്നതും ഇവനെ വിളിക്കുന്ന ഇവൻ്റെ സീനിയർ ആണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, കുറച്ച് ഫോഴ്സിന് അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവർ മെയിൻ സ്ട്രീറ്റിലേക്ക് കയറും. പിന്നെ പിടിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഫോളോ ചെയ്യുമ്പോൾ നീ അബദ്ധത്തിലൊന്നും കാണിക്കല്ലേ എന്ന് ഇവൻ്റെ സീനിയർ ഇവനോട് പറയുന്നുണ്ട്. ഹീസു ആണെങ്കിലും അമ്മാതിരി ഫാസ്റ്റിൽ ഈ കാറിനെ ഫോളോ ചെയ്യുന്നതും പിന്നീട് കാറിൻ്റെ മുകളിലേക്ക് അങ്ങ് അള്ളി പിടിച്ച് കയറുന്നുണ്ട്. ഇവൻ മുകളിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഈ കള്ളനാണെങ്കിൽ പേടിക്കുന്നതും പിന്നീട് ഈ മുകളിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരിക്കുമല്ലോ, ഹെൽമെറ്റ് ഉപയോഗിച്ച് അത് തകർത്ത് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ആ ട്രഷർ ആണെങ്കിലും താഴെ വീഴാതിരിക്കാൻ ഇവൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഈ ഡോർ തുറന്ന് പുറത്തേക്കൊക്കെ പോകാൻ നോക്കുമ്പോൾ ഇതിനൊന്നും പറ്റരുതല്ലോ, അതുകൊണ്ട് തന്നെ സേഫായിട്ട് നോക്കുന്നതും. എന്നാൽ ഈ കാറാണെങ്കിൽ ഇടിച്ചിട്ട് ഒരു ആക്സിഡന്റ് അവിടെ നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല കാർ അങ്ങ് കത്താണ്. അങ്ങോട്ട് വരുന്ന ഇവൻ്റെ സ്റ്റാഫ് ഹ്യുന്നാണെങ്കിൽ ഇത് കണ്ടിട്ട് അയ്യോ സാറേ എന്ന് പറഞ്ഞ് അലറുമ്പോൾ കൂളായിട്ട് ഇവൻ ഈ ഒരു കള്ളനെയും അതുപോലെ മറ്റു കയ്യിൽ ട്രഷറുമായിട്ട് കൂളായിട്ട് നടന്നു വരുന്നതാണ് കാണുന്നത്. മിഷൻ കംപ്ലീറ്റ് എന്ന് സ്റ്റാഫിനോട് പറയുമ്പോൾ സ്റ്റാഫാണെങ്കിൽ ഇയാൾ എന്തോന്ന് മനുഷ്യനാന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇത് സേഫായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതും എന്നാലും നീ ആള് കൊള്ളാം, സേഫായിട്ട് തന്നെ എത്തിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിത് ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഇതൊരു ബുദ്ധയുടെ സ്റ്റാച്ചു ആയിരിക്കും. അതിലാളുടെ ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ ഒടിഞ്ഞ കൈ ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇതെങ്ങനെ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവർ പരിശോധിക്കുന്ന ടൈമിൽ ഒരു ബുള്ളറ്റ് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് ആരെ വെടിവെച്ചെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ദേഷ്യത്തിൽ ഹീസുവിനെ നോക്കുന്ന ടൈമിലാണ് ഹീസു ഒരു കാര്യം ആലോചിക്കുന്നത്. നേരത്തെ ഈ കള്ളൻ ഓടുന്ന ടൈമിൽ മുകളിലേക്ക് വെടിവെച്ചിരുന്നു. ആ ബുള്ളറ്റാണ് കറങ്ങി തിരിഞ്ഞ് ഈ ബുദ്ധയിൽ വന്ന് കൊള്ളുന്നതും ഈ കൈ അങ്ങ് ഒടിയുന്നത് കേട്ടോ. അയ്യോ സാറേ ഞാൻ വേണം വെച്ചിട്ട് ചെയ്തതല്ല എന്ന് ഹീസു അവിടെ പറയുന്നുണ്ട്. പിന്നീട് സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈ സീനിയറിന് നല്ല ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണമല്ലോ, ഹീസ് തന്നെ ഏറ്റെടുത്തോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈ സാറാണെങ്കിൽ അയ്യോ അങ്ങനെ പറയില്ല, അവൻ പാവാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്നതും ഞാൻ എന്ത് വേണമെങ്കിലും സാറ് പറഞ്ഞാൽ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഈ ഹയർ ഒഫീഷ്യലാണെങ്കിൽ എന്ത് പറഞ്ഞാലും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡ്യൂട്ടി തരാമെന്ന് പറഞ്ഞ് അവിടെ ഒരു ഫയൽ ഈ സീനിയർക്ക് കൊടുക്കുന്നുണ്ട്. സീനിയർ ആണെങ്കിലോ ഈ ഫയൽ കണ്ട് ആകെ അന്തം വിടുകയാണ്. പിന്നീട് ഇവരെല്ലാവരും കൂടി ഡ്രിങ്ക്സ് അടിക്കുന്ന ടൈമിൽ ഇവരുടെ കൂടെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഇവളാണെങ്കിൽ അപ്പോൾ ഹീസുവിനെ എന്തായാലും സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണോ, ഇനി എന്താ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഈ സീനിയർ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് കാര്യം. പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കും, ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. ഹയർ ഒഫീഷ്യൽ നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അതെന്ത് ടാസ്ക്കാന്ന് ഇവരവിടെ ചോദിക്കുന്ന ടൈമിൽ സംഭവം സിമ്പിളാണ്. അതായത് കൊറിയയിലെ സോളിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹൈസ്കൂളുണ്ട്. ബ്യങ്മുൻ എന്ന് പറയുന്ന ആ സ്കൂളിലെ ചെയർമാൻ സിയോ ബ്യങ്മുൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ പണ്ട് കൊറിയയിൽ യുദ്ധമൊക്കെ നടക്കുന്ന ടൈമിൽ അവിടുത്തെ രാജാവ് 10 ടൺ ഗോൾഡ് ബാർ ഈ സിയോന് കൊടുത്തിരുന്നു. അത് നമ്മുടെ കൊറിയയുടെ ഇൻഡിപെൻഡൻസിക്കൊക്കെ വേണ്ടിയിട്ടാണ്, അതായത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇയാൾ എന്താ ചെയ്തത്, ഈ ജപ്പാനുമായിട്ട് യുദ്ധം നടക്കുന്നതും ജപ്പാൻ തകരുന്ന ടൈമിൽ ആൾ നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഫുള്ള് ഗോൾഡ് ആളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഗോൾഡ് എടുത്തിട്ട് മറ്റെവിടെയോ ഇത് സേഫായിട്ട് ആൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റൂ, ഇപ്പോഴും അതൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ഈ ലേഡി സ്റ്റാഫ് ചോദിക്കുന്ന ടൈമിൽ അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഈ അടുത്തൊരു തെളിവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ ഗോൾഡ് ബാറിൽ ഒരു ഗോൾഡ് ബാർ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ, ഇപ്പോഴും
ഇപ്പോഴും ആ ഗോൾഡ് ബാർ സേഫ് ആയിട്ട് എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവർക്ക് തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. നമുക്ക് മുന്നേ ഒരു അനോണമസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഗോൾഡ് ബാറൊക്കെ ഇവിടെ വിദേശത്തേക്ക് കടത്തുകയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കിട്ടത്തില്ല. ഇത് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ചേരേണ്ടതാണെന്ന് പറയുന്ന ഈ സീനിയർ ആണെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ അങ്ങ് പരിശോധിച്ചുവെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. അതുകൊണ്ട് നീ ആ സ്കൂളിലേക്ക് ഒരു ഹൈസ്കൂളറായിട്ട് പോകുന്നു. എന്നിട്ട് ഗോൾഡ് ബാർ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. ഈ മിഷൻ്റെ പേര് അണ്ടർ കവർ ഹൈസ്കൂൾ എന്നാണെന്ന് പറയുന്നതും അവിടെ വല്ലാത്തൊരു BGM ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീസു ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ, ഈ മുതുക്കനായി ഞാൻ ഹൈസ്കൂളറായിട്ട് പോവുക, ആളുകൾ അങ്ങ് വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ, എടാ വിശ്വസിക്കും, നിന്നെ കാണുന്ന പോലെയല്ല, നിന്റെ ഫേസ് കണ്ടില്ലേ, എന്ത് കുട്ടിത്വമാണ്, നിന്നെ അങ്ങനെ പ്രായമൊന്നും തോന്നിക്കത്തില്ലെന്ന് സാറ് പറയുമ്പോൾ ഈ സ്റ്റാഫിനോടാണെങ്കിൽ അല്ലേ ഇവനധികം പ്രായമൊന്നും തോന്നിക്കത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവരും അതേന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാണെങ്കിലും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ചൂടാകുന്ന സീനിയർ ആണെങ്കിൽ നിങ്ങൾ എന്താ കളിക്കാൻ നിൽക്കുകയാണോ, ഞാൻ എന്തുമാത്രം ചൂടായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയൂ, ഈ ഒരു വഴിയേ ഉള്ളൂ, അല്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുന്നതും ഇവനങ്ങ് പെട്ടുപോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ഹോസു എന്നാണ്, മിസ് ഓ എന്നൊക്കെ വിളിക്കാട്ടോ. ഇവനിപ്പോൾ പോകാൻ പോകുന്ന ബ്യങ്മൂൺ സ്കൂളിലെ ഒരു പാർട്ട് ടൈം ആയിട്ട്, അതായത് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. വൈസ് പ്രിൻസിപ്പലിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇവൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. എല്ലാവരും പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കുന്നതും ഇവളുടെ ഫ്രണ്ട്സായ വേറെ 2 ടീച്ചർമാരുണ്ട്, റിയ എന്ന് പറയുന്നതും പിന്നെ ഒരു സാറും ഉണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഇവൾ എന്തിനാ ഇങ്ങനെ തൊണ്ട പൊട്ടി പാടുന്ന, ഭ്രാന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്നതും, വയസ്സി ആണെങ്കിലും നീ നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ടാലന്റ് ഉള്ള കുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു വലിയ ജാറിലാണ് കേട്ടോ ഇവൾക്ക് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയ്ക്ക് ഞാൻ കുടിക്കണമെന്ന് ചോദിക്കുന്ന ടൈമിൽ പിന്നെ കുടിച്ചേ പറ്റൂ എന്ന് പറയുന്നതും ഇവളുടെ ഫ്രണ്ടായിട്ടുള്ള മെയിൽ ടീച്ചർ ആണെങ്കിൽ ഞാൻ കുടിക്കാൻ സാറേ എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ, അയ്യടാ നീ എന്താ മിസ് ഓയുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റിങ്ങിന് വന്നിരിക്കുകയാണോ, അവൾ അങ്ങ് കുടിച്ചോളൂ എന്ന് പറയുന്നതും ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഇവളത് മൊത്തത്തിൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ റീ ആണെങ്കിൽ അവളുടെ അവസ്ഥ കഷ്ടം തന്നെയെന്ന് അവിടെ പറയുന്നതും അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചതിന് ശേഷം ഇവർ തിരിച്ചു പോകുമ്പോൾ ഇവൾ അത്യാവശ്യം ഫിറ്റായിട്ടുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ വൈസി അവിടെ നിന്ന് വിടില്ല കേട്ടോ. അതായത് നമുക്ക് നെക്സ്റ്റ് റൗണ്ട് കൂടി കൂടാന്നൊക്കെ പറയുമ്പോൾ ഈ വൈസി ആണെങ്കിൽ ഒരു വഴിയില്ലാത്തത് കൊണ്ട് റീയോടും ഈ ടീച്ചറോടും ഇവളൊന്ന് പിടിച്ച് ഇവൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ആള് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ടാക്സിയിൽ കയറാൻ പോകുന്നതും ഹോസു ആണെങ്കിൽ ഈ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഇയാളെ പിടിക്കാൻ പോകുന്ന ടൈമിൽ പെട്ടെന്ന് ആളുടെ വിഗ് ഇവളുടെ കയ്യിൽ അങ്ങ് പോരുന്നുണ്ട്. ഇത് കണ്ട് ടീച്ചർമാർ മൊത്തം ഷോക്കായി നിൽക്കുന്നതും ഇവൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അയ്യോ ഇത് പോന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അത് ആളുടെ തലയിൽ വെക്കുന്നതും ഇയാൾ ബുക്ക് ചെയ്ത കാറിൽ ഇവൾ കയറി ഇരിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ ചേട്ടാ പെട്ടെന്നൊന്ന് വണ്ടി വിട്ടേന്നാണ് ഇവളവിടെ പറയുന്നത്. ഇത് കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഫണ്ണി സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഹീസു ആണെങ്കിൽ ആകെ കൺഫ്യൂഷനിലായിരിക്കും കേട്ടോ. അതായത് നേരത്തെ ഇവരുമായിട്ട് മീറ്റ് ചെയ്ത ടൈമിൽ ഇവൻ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇവർ സംസാരിക്കുന്നത് ഇവൻ കേട്ടിരുന്നു. അതായത് ഈ ഒരു മിഷൻ ഇവൻ പോയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ടീം തന്നെ ഡിസ്മിസ് ചെയ്യുന്നതാണ് ഹയർ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത്. സീനിയർ ഇത് പറയുന്ന ടൈമിൽ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ എന്ന് വിചാരിച്ച് നമുക്ക് ആളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹ്യുന്നാണെങ്കിൽ അല്ല ആള് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്, മാത്രമല്ല ഇത് ഇപ്പോൾ സ്ഥിരം പരിപാടിയാണല്ലോ എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഇവന് വിഷമാകുന്നുണ്ട് കേട്ടോ. ഇവൻ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ടൈമിലാണ് അതേ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ നായിക എത്തുന്നത്. നായികയുടെ അമ്മയുടെ റെസ്റ്റോറൻ്റ് ആയിരിക്കും കേട്ടത്. ആളാണെങ്കിൽ ഒരു ഹാങ് ഓവർ സൂപ്പൊക്കെ ഓർഡർ ചെയ്യുന്നതും, അതെ ഇങ്ങനെ കുടിച്ചു വരുന്ന മകൾക്ക് ഹാങ് ഓവർ സൂപ്പ് കൊടുക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്, എനിക്ക് പിടിപ്പത് പണിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് ഇവളോട് സംസാരിക്കുന്നതും ആ ടൈമിലാണ് ഇവൾ നമ്മുടെ ഹീസുവിനെ കാണുന്നത്. എന്താ ഗ്ലാമർ, നല്ല ഹാൻസം ആയിട്ടുള്ള ബോയ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കോഴിത്തരൊക്കെ കാണിച്ചിട്ട് ഇവൾ അവിടെ ഇരിക്കുന്ന ടൈമിലാണ് 3-4 പിള്ളേഴ്സ് ഇവളുടെ അമ്മയോട് കയർത്ത് സംസാരിക്കുന്നതും പൈസ കൊടുക്കാതെ മുങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു ഫേക്ക് ഐഡിയ ആയിരിക്കും കാണിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ സോജു കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഫേക്ക് ഐഡിയ ആണെന്ന് അമ്മ സംശയിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് ഒന്നും മഴക്കാകുന്ന ടൈമിൽ ഹീസു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മിസ് ഓയാണെങ്കിലോ ഇതിൽ കയറി ഇടപെടുന്നതും, അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത്, മര്യാദയ്ക്ക് പൈസ തന്നു പൊക്കോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ, അല്ല നിങ്ങൾ ആരാ, എൻ്റെ അമ്മയോ അല്ലെങ്കിൽ ടീച്ചറൊക്കെ ആണെന്ന് പറഞ്ഞ് ഈ പയ്യന്മാരുടെ ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവൾ ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ. അത്ര ധൈര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങോട്ട് വരുന്ന ഹീസു ആണെങ്കിൽ മതി മോനെ നിർത്തുന്നു പറഞ്ഞ് ഇവർക്കിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ പൈസ തന്നിട്ട് പോകുന്ന അമ്മ പറയുമ്പോൾ പൈസ തന്നിട്ട് പോടാ ജന്തുക്കളെന്ന് ഇവൾ വിളിച്ചു പറയുന്നത്. ഇവന്മാർ പൈസയും കൊടുത്തിട്ടാണ് അവിടെ നിന്നും ഓടുന്നത്. അപ്പോൾ അമ്മയാണെങ്കിലും അയ്യോ മോനെ പൈസയൊന്നും വേണ്ട, താങ്ക്സ്, മോനില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായെന്നൊക്കെ പറഞ്ഞ് ഇവനോട് സ്വീറ്റായിട്ട് സംസാരിക്കുന്ന ടൈമിൽ നമ്മുടെ ഹോസു ആണെങ്കിൽ എന്ത് നല്ല പയ്യൻ, എന്ത് ഭംഗിയെ കാണാൻ, എന്ത് നല്ല ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് വായി നോക്കുന്നതും അമ്മയാണെങ്കിലും കണ്ടുപഠിക്ക്, ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അഭിമാനിക്കാം, അത്രയ്ക്ക് നല്ല മകനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണുണ്ട്, ഇത് വരെയായിട്ട് പെർമനൻറ്റ് ടീച്ചർ
പോലും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്ന ടൈമിൽ ഹോസു ആണെങ്കിൽ അമ്മേ എൻ്റെ നെഞ്ചിൽ എന്തോ ഒരു കനം പോലെ എന്തോ ഇങ്ങനെ ഇടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിന് നിനക്ക് ഹൃദയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോയെന്നാണ് കേട്ടോ അമ്മ ചോദിക്കുന്നത്. അമ്മ അതിലും വലിയ തഗ്ഗായിരിക്കും അടിക്കുക. വീട്ടിലേക്ക് പോകുന്ന ഹീസു ആണെങ്കിൽ വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇവനാണെങ്കിൽ ക്ഷീണിച്ച് അവിടെ കിടക്കുന്നതും ആലോചിക്കുന്നത് ഇങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് പിള്ളേർ ഇവന് ബുള്ളി ചെയ്തിരുന്നു കേട്ടോ. ഇവർ ബുള്ളി ചെയ്തു പോകുന്നതും അങ്ങോട്ട് വരുന്നൊരു സാറാണെന്ന് തോന്നുന്നു. ഇവന് ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ സംസാരിക്കൊന്നും ചെയ്യുന്നില്ല. അതേ സാറിൻ്റെ കൂടെ തന്നെ ഇവൻ കുട്ടിക്കാലത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സാറല്ല ഇവൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. എന്നാൽ വലിയ ഇൻഫർമേഷൻസ് ഒന്നും അവിടെ നമുക്ക് തരുന്നില്ല. പകരം ഇവനാണെങ്കിൽ സീനിയറിനെ വിളിച്ചിട്ട് ഞാൻ എന്തായാലും ആ സ്കൂളിലേക്ക് പോകാമെന്ന് അവിടെ പറയുകയാണ്. പിന്നീട് സീനിയർ ആണെങ്കിൽ മീറ്റിംഗ് വിളിക്കുന്ന ടൈമിൽ ലേഡീസ് സ്റ്റാഫ് ഈ സ്കൂളിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണം അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് കൊറിയയിൽ 3 യൂണിവേഴ്സിറ്റി ഉണ്ട് ടോപ്പായിട്ടുള്ളത്. അവിടേക്ക് 100 സ്റ്റുഡൻസ് ആണ് ഈ സ്കൂളിൽ നിന്നും പോകുന്നത്. അത്രയ്ക്കും അടിപൊളി, പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ സൂപ്പർ സ്കൂളാണെന്ന് പറയുന്ന ഈ ലേഡീസ് സ്റ്റാഫ് ആണെങ്കിൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരുപാട് പേര് പൊളിറ്റീഷ്യൻസ്, അതുപോലെ ലോയേഴ്സ്, മിനിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കണക്ഷൻ ഈ സ്കൂളിനുണ്ട്. അതുമാത്രമല്ല ഇവർക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, അതുവഴി ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഫൗണ്ടേഷനിലേക്ക് കോടികളാണ് ഒഴുകി വരുന്നത്. ഈ സ്കൂളിനെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇതൊക്കെ കേൾക്കുന്ന ഹീസു ആണെങ്കിൽ അല്ല നമ്മുടെ പ്ലാൻ എന്താണെന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ കുറേ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവന് കൊടുക്കുന്നുണ്ട്. വെറുതെ അങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ, അച്ഛൻ അമ്മ അങ്ങനത്തെ കുറേ കടമ്പകളൊക്കെ ഉണ്ടല്ലോ. ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കുന്ന ഹീസു ആണെങ്കിൽ എന്ത് സോഷ്യലി ഡിസ്അഡ്വാൻറ്റേജഡ് ആണ് ഞാനെന്നോ, എന്തിനാ അങ്ങനെ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ ഈ സ്റ്റാഫ് ആണെങ്കിലും അതെ ആ സ്കൂളുകാർക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ഡൊണേഷൻ കൊടുക്കുക എന്നല്ലാതെ അങ്ങനെ ഇവർ ട്രാൻസ്ഫർ സ്റ്റുഡൻസിനെ ഒന്നും അങ്ങോട്ട് എടുക്കാറില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ശരി പൈസ കൊടുക്കാം, എത്ര പൈസ വേണമെന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിൽ ഒരു വലിയ പൈസയാണ് കേട്ടോ ഇവൾ പറയുന്നത്. ഒരു മില്യൺസ് ഒക്കെ വരും. ഇത് കേൾക്കുന്ന ഇവനാണെങ്കിൽ ആകെ അന്തം വിടുന്നതും അത്ര പൈസയൊന്നും ഇല്ലല്ലോ, അപ്പം ഇങ്ങനെ നടക്കത്തുള്ളൂ എന്ന് സ്റ്റാഫ് അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഏതോ ഒരു പട്ടിക്കാട്ടിലായിരുന്നു ഇവൻ പഠിച്ചതെന്ന് അതിലെഴുതിയിട്ടുണ്ടായിരിക്കും. ഇതെന്തിനാ ഈ സ്കൂളിൻ്റെ പേര് എഴുതിയെന്ന് ചോദിക്കുന്ന ഇവനോട് ഇവിടെ അറിയുന്ന വല്ല സ്കൂളും ആണെങ്കിൽ ഈ പിള്ളേർക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന സ്റ്റുഡൻസിനോട് ഇത്തിരി താല്പര്യം കൂടുതലാണ്. അപ്പോൾ അവിടെയുള്ള എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് ഇയാളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തപ്പിയെടുത്താലോ, അതുകൊണ്ട് ഇതാ സേഫ് എന്ന് അവിടെ പറയുന്നുണ്ട്. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ റൂഫ് ടോപ്പിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്. അങ്കിളിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അങ്കിളായിരിക്കും നിങ്ങളുടെ ഗാർഡിയൻ. ആൾക്ക് ഈ ഫിഷിങ്ങിൻ്റെ ഒക്കെ ജോലി ആയതുകൊണ്ട് തന്നെ മിക്കവാറും വീട്ടിലുണ്ടായിരിക്കില്ല. ഇതൊക്കെയാണ് നിങ്ങളെ പറ്റി തരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പോകുന്നത് സ്കൂളിലേക്കാണ്, അതായത് വേറൊരു ജനറേഷൻ പിള്ളേരുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് സ്ക്രീനിൽ കാണിക്കുന്നത്, അതായത് നമുക്കിടയിൽ തന്നെ ഈ പിള്ളേർ ഉപയോഗിക്കുമല്ലോ ശശിയായി, തേഞ്ഞൊട്ടുക, വലിച്ചു കീറുക എന്നുള്ളതൊക്കെ, അതൊക്കെ നമ്മുടെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് എന്താ മീനിങ് എന്ന് മനസ്സിലാവത്തില്ല അല്ലേ. അതുപോലത്തെ ഇപ്പോഴത്തെ പിള്ളേർ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇവളവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ വായിക്കുന്ന ഹീസു ആണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഭാഷ തന്നെയാണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. എല്ലാം പഠിക്കണം, അവരോട് വളരെ കൊളോക്കിലായിട്ട് വേണം സംസാരിക്കാൻ, ഒരു ഡൗട്ട് പോലും ഉണ്ടാകരുതെന്ന് ഇവൾ പറയുമ്പോൾ സാറാണെങ്കിലും പിന്നെ അവിടുത്തെ കുട്ടികളായിട്ടൊന്നും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും വേണ്ട, അറിയാലോ അത് റിസ്ക് ആണെന്നൊക്കെ പറയുന്നതും. അപ്പോൾ നമ്മുടെ ലേഡീസ് സ്റ്റാഫ് ആണെങ്കിൽ അല്ല സാർ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ഗോൾഡ് ബാർ ഒക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ഹ്യുന്നാണെങ്കിൽ അല്ല നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് നമുക്കിട്ട് പണിയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഹീസും ആകെ കൺഫ്യൂഷനിലാകുന്നുണ്ട്. എന്നാൽ സീനിയർ ആണെങ്കിലും അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ തെളിവ് കണ്ടതല്ലേ, നിങ്ങൾ ആ ഗോൾഡ് ബാർ കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് മീറ്റിംഗ് പിരിച്ചു വിടുന്നതും. പിന്നീട് ഹീസുവിനോട് എടാ ഇന്ന് നൈറ്റിൽ നിന്റെ ആൻറ്റി അങ്ങോട്ട് വരുന്നുണ്ട്, അറിയാലോ വീട് മൊത്തത്തിൽ വൃത്തിയാക്കി വെച്ച ഒരു ഫുൾ ചെക്കപ്പ് ഉണ്ടായിരിക്കും, അതുമാത്രമല്ല നിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അവൾ വരുന്നത്, പക്ഷേ നീ സമ്മതിക്കേണ്ടെന്നൊക്കെ അവിടെ പറയുന്നതും. ഈ ആൻറ്റി എന്ന് പറയുന്നത് മറ്റാരും ആയിരിക്കില്ല, ഈ സീനിയറിൻ്റെ വൈഫ്, അതായത് ഈ സീനിയർ ഇവൻ്റെ അങ്കിളാണ് കേട്ടോ. ഇവർക്കൊരു മകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഈ ആൻറ്റി ആണെങ്കിൽ ആ വീടൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നേ, അല്ല നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, നിനക്ക് അങ്ങോട്ട് വന്നൂടെ, നമുക്ക് ഒരുമിച്ച് താമസിക്കാന്നൊക്കെ പറയുന്നതും ആൻറ്റിക്ക് ഇവനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും കേട്ടോ. അത് കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് ആൻറ്റി ഇങ്ങനെ ഇവൻ്റെ വായിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇത് കാണുന്ന മകളാണെങ്കിൽ അച്ഛനോട് വായിൽ തരാൻ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ എന്താ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളങ്ങ് പ്ലിങ് ആവുകയാണ് കേട്ടോ. അതിനുശേഷം സീനിയർ ആണെങ്കിലും നമ്മുടെ ഫാമിലി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ബ്യോങ്മൺ സ്കൂളിലേക്ക് ഇവനൊരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് വേഷം മാറി വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മകളാണെങ്കിൽ എൻ്റെ സ്കൂളിലേക്കോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ബെസ്റ്റ് അനിയത്തി പഠിക്കുന്ന സ്കൂളിലേക്കാണ് ചേട്ടൻ പോകുന്നത്. സീനിയർ ആണെങ്കിലും മകളോട് ദേ ചേട്ടനാണെന്നും അതുപോലെ ഇവൻ്റെ ഈ കാര്യം ആരോടും പറയരുത്, ഹൈലി സീക്രട്ട് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും പറയത്തില്ല അച്ഛാന്ന് ഇവൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഇവനാണെങ്കിൽ അടിപൊളിയായിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടങ്ങ് റെഡി ആകുന്നത്. പിന്നീട് നേരത്തെ കാണിച്ച ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ബായി ഒക്കെ പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ നിന്നും ഇറങ്ങുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് എത്തുന്ന ടൈമിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ചെയർവുമണിൻ്റെ മകളായിട്ടുള്ള യമ എന്നാണ് ഇവളുടെ പേര് കേട്ടോ. ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഹലോ മാറി നിന്നേ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ എന്നോടാണോ പറയുന്നത് പറഞ്ഞിട്ട് ഇവനങ്ങ് സൈഡ് കൊടുക്കുന്നതും.
ഇത്രയും സ്ഥലമില്ലേ, ഇവൾക്ക് അധികം അങ്ങ് പോയാൽ പോരെയെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ ക്ലാസ്സിലെത്തുന്ന ടൈമിൽ നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ ആണെങ്കിൽ തലേ ദിവസം നടന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് മിസ് ഓതി വരെ വന്നില്ലേ എന്ന് പറഞ്ഞ് അങ്ങ് ചീത്ത പറയുന്നതും മിസ് ഓയാണെങ്കിലും ഞാൻ എങ്ങനെ അകത്തേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ടൈമിലാണ് ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവളെ വിളിക്കുന്നതും. ആ ടൈമിൽ വൈസി പുറത്തേക്ക് വരുമ്പോൾ ഇവൾ അങ്ങ് ഓടുന്നുണ്ട് കേട്ടോ. താൻ ആരാന്ന് ചോദിക്കുമ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ള പുതിയ സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ പേരൊക്കെ പറയുന്ന ടൈമിൽ പരിചയപ്പെടാനൊന്നും എനിക്ക് ടൈമില്ല. അതെ, ഇതിനൊരു ടീച്ചർ ഓടുന്നത് കണ്ടു, എവിടേക്കാണ് പോയെന്ന് ചോദിക്കുമ്പോൾ ഇതിലൂടെയാണെന്ന് ഇവൻ കള്ളം പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന മിസ്സാണെങ്കിൽ താങ്ക് യു മോനെ, ഇത് വലിയ കാര്യമാക്കണ്ട, ഞങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്. മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓ ഞാനാണ് അവിടുത്തെ ഹോം റൂം ടീച്ചർ എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ വെയിറ്റ് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. എടാ നീയല്ലേ എന്ന് പറഞ്ഞ് ഇവൻ്റെ ചെവിക്കും പിടിച്ചിട്ട് ഇവൾ നേരെ പോകുന്നത് വയസ്സിൽ വരുന്നത് കണ്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. എടാ നീ ഒരു ഹൈസ്കൂളർ ആയിരുന്നുവല്ലേ, എന്നിട്ടാണ് അവിടെ ഇരുന്നിട്ട് ഡ്രിങ്ക്സ് അടിച്ചെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന ടൈമിൽ ഇവൻ അങ്ങ് ദേഷ്യപ്പെടുന്നതും, അതായത് സാധാരണ കൊളീഗ്സിനോട് എങ്ങനെ ദേഷ്യപ്പെടുക അതുപോലെ. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ നിനക്ക് തീരെ മാനേഴ്സ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവനൊരു സ്കൂളറാണെന്ന് ഓർമ്മ വരുന്നതും, അല്ല അതല്ല മാഡം അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഇവൻ നൈസായിട്ട് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ നീ ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണല്ലേ, ഞാൻ നിന്നെ കറക്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി എങ്ങാനും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല പണിഷ്മെൻറ്റ് കിട്ടുന്നൊക്കെ പറയുന്നതും. അപ്പോൾ ഇവനാണെങ്കിൽ അല്ല മാഡം ആ തല്ലിൻ്റെ ഇടയിൽ ആ പിള്ളേരുടെ തലയ്ക്ക് ഇട്ടിട്ട് പ്ലേറ്റ് കൊണ്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതൊന്നും നോക്കേണ്ടെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു സമ്മതിച്ചു, അതുപോലെ മിസ് ചെയ്തതും സമ്മതിക്കണം, നമ്മൾ രണ്ടുപേരും തെറ്റ് ചെയ്തതുകൊണ്ട് നമുക്കതങ്ങ് മറന്നേക്കാന്ന് പറഞ്ഞ് അയ്യോ അസംബ്ലി തുടങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവൻ്റെ അനിയത്തിയുടെ ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. അവിടെ തന്നെയായിരിക്കും ഏന പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏന സ്കൂളിൻ്റെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നതും ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ വന്നോട്ടെ ഞങ്ങളെ കൂട്ടുമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ ആരെയെ കൊണ്ടുപോകുന്നതെന്ന് ഡിസൈഡ് ചെയ്തു എന്ന് പറയുന്നതും ആരെയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ സിസ്റ്ററെ ആയിരിക്കട്ടെ ഇവൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനോ അല്ല ഇതിന് പോകുമ്പോൾ പൈസ വേണ്ടതെന്ന് ചോദിക്കുന്ന സിസ്റ്ററോട് പൈസ വേണം, കുറേ പൈസയൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് എടുക്കുമെന്നൊക്കെ പറയുന്നതും എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ തുകയാണ് കേട്ടോ ഏന അവിടെ പറയുന്നത്. ഇത് കേട്ട് സിസ്റ്റർ ആണെങ്കിൽ അത്രയ്ക്കും പൈസ ആകുമല്ലെന്നൊക്കെ അവിടെ പറയുന്നതും എനിക്ക് ഇവൻ്റെ സിസ്റ്ററോട് ഒരു താല്പര്യമൊക്കെ ഉണ്ട്, ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നീട് ക്ലാസ്സിലേക്ക് വരുന്ന ഹൊസു ആണെങ്കിലും ഇവനെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇവൻ അത്യാവശ്യം ഹാൻസം ആയതുകൊണ്ട് തന്നെ ഇവനെ കാണുന്ന ടൈമിൽ പെൺകുട്ടികളൊക്കെ അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാലേ കാണാൻ, സൂപ്പർ ചെക്കൻ എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. എല്ലാവരും ഒന്ന് അങ്ങ് കൈയടിച്ചേക്ക്, അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ട് അവിടെ അങ്ങ് പോയിരുന്നു എന്ന് പറയുകയാണ്. ഇവനാണെങ്കിലും അവിടെ കുറച്ച് തടിച്ചിട്ടുള്ള ഒരു സ്പെക്സ് വെച്ചിട്ടുള്ള പയ്യനുണ്ടായിരിക്കും, അവൻ്റെ അടുത്താണ് കേട്ടോ പോയിരിക്കുന്നത്. ഇതേ ടൈമിൽ ഇവനെ കാണുമ്പോൾ ഇവൻ്റെ അനിയത്തിയുടെ എല്ലാ കിളിയും പോകുന്നുണ്ട് കേട്ടോ. ആകെ ഷോക്കാകുന്നതും മെസ്സേജ് അയക്കുന്നുണ്ട്, അതായത് ക്ലാസ് കഴിഞ്ഞ് റൂഫ് ടോപ്പിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. റൂഫ് ടോപ്പിലെത്തുന്ന അനിയത്തിയാണെങ്കിൽ ഈ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചറായിട്ട് വരുന്ന ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് ചേട്ടൻ എന്ത് ഭാവിച്ചിട്ടാണ് ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണം, ഒരു ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ചൂടാകുന്ന അനിയത്തിയോട് അല്ല നീ എന്താ വിചാരിച്ച്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു, നിവൃത്തികേട് കൊണ്ടാണ് മോളെ, ഒരു വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി എന്താ ചേട്ടാ എനിക്കിതൊന്നും വിചാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലിങ്ങനെ സംസാരിക്കുന്നതും അനിയത്തിയാണെങ്കിൽ ശരി എത്രയും പെട്ടെന്ന് ഈ മിഷൻ അവസാനിപ്പിച്ച് പോകണം, പിന്നെ ഇവിടെ എന്നെ പറ്റി നടക്കുന്ന കാര്യങ്ങളൊന്നും അച്ഛനോടും അമ്മയോടും പോയി പറയരുതെന്ന് പറയുമ്പോൾ അതിന് ഇവിടെ എന്താ നിന്നെ പറ്റി നടക്കുന്നതെന്ന് ബ്രദർ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒന്നും വീട്ടിൽ പറയരുതെന്ന് പറയുമ്പോൾ ശരി പറയുന്നില്ല എന്ന് ഇവൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഇവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഇവൻ ഉറക്കം തൂങ്ങുന്നതും ഇത് കണ്ടിട്ട് മിസ് ഇവൻ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്നതും ഏതോ ഒരു കള്ളനാണെന്ന് കരുതി ഇവൻ ഇവളെ അടിക്കാൻ അങ്ങ് കൈ ഓങ്ങുന്നുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവരും ഷോക്കാകുന്നതും ഇവളൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്താ എൻ്റെ നേരെ കൈ ഓങ്ങുന്നതെന്ന് ചോദിച്ച് ഇവന് നന്നായിട്ട് തന്നെ കണക്കിന് കൊടുക്കുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ ഇവൻ്റെ അടുത്തേക്ക് വരുന്ന ഗേൾസ് ആണെങ്കിൽ നീ ഭയങ്കര ഫേമസ് ആണല്ലോ, നല്ല ഭംഗിയുണ്ട്, നിനക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരിക്കില്ലേ, നിൻ്റെ AW പാസ്വേഡ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതായത് എന്തോ ഒരു ആപ്പ് എന്തോ ആയിരിക്കണം. അപ്പോൾ ഇവനാണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇത് ഏത് പട്ടിക്കാട്ടിൽ നിന്നാണ് വരുന്നത്, ഇതൊന്നും അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം പക്ഷേ എനിക്കിതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികൾ ചെറുതായിട്ടൊന്ന് നിരാശപ്പെടുന്നുണ്ട്. ഇവനാണെങ്കിലും അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ JK എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത്. പിന്നീട് ഇവനാണെങ്കിൽ ഹ്യൂനിനെ വിളിച്ചിട്ട് എടാ ഈ പിള്ളേർ AW അങ്ങനെ എന്തോ ചോദിച്ചു, അതെനിക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ AW ഇനിയിപ്പോൾ അവരെങ്ങാനും ക്യൂട്ട് എന്നാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചീത്ത പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നതും അവിടെ മൊത്തം മലമ്പായിരിക്കും കേട്ടോ. കുറേ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, കുറേ വീഡിയോ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇവനങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല എന്തോ ഒരു ഡ്രിങ്ക്സ് ഇവൻ്റെ മേത്ത് ഇങ്ങനെ ആകുന്നുണ്ട് കേട്ടോ. ഇതുകൂടി ആകുമ്പോൾ ഇവന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അമ്മ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്നൊരു സീനാണ് കാണിക്കുന്നത്. ഡ്രസ്സ് വാഷ് ചെയ്ത് ഇവൻ തിരിച്ചു വരുന്ന ടൈമിൽ സ്കൂളിൽ തന്നെ ഒരു ഒറ്റപ്പെട്ട വീട് കാണുന്നുണ്ട്, അത് അടച്ചിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഇവനാണെങ്കിൽ നൈസായിട്ട് അങ്ങോട്ട് കിടക്കുന്നതും ഇതിൻ്റെ
ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഈ മീറ്റർ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഈ വീട്ടിലെ മീറ്റർ നോക്കുമ്പോൾ അതിൽ ഹൈ എമൗണ്ട് ആണ് കാണിക്കുന്നത്. ഇവനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുന്ന ടൈമിൽ ഇവൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള ഇവൻ്റെ കൂടെ ഇരിക്കുന്ന സ്പെക്സുകാരനുണ്ടല്ലോ, അവനെ ക്ലാസ്സിൽ തന്നെയുള്ള മറ്റു കുട്ടികൾ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതാണ് കാണുന്നത്. ഇവനാണെങ്കിൽ പ്രതികരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും പറ്റത്തില്ലല്ലോ. നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ ഇവൻ്റെ കാല് തട്ടി അവിടെ എന്തോ വീഴുന്നതും ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ട്രാൻസ്ഫർ ആയിട്ട് വന്ന പയ്യനല്ലേ നീ, എന്താ നീ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇവനവിടെ സംസാരിക്കുന്നതും ഇവരാണെങ്കിലും ആ ഒരു കാര്യം ചെയ്യും, കുറച്ച് ഫുഡ് വാങ്ങിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇവനോട് ഇങ്ങനെ ഭീഷണിയായിട്ട് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവനങ്ങ് ദേഷ്യം വരുന്നതും ഇവൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ ഈ ബുള്ളി ചെയ്യുന്ന പിള്ളേർ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ഇവൻ്റെ പിന്നിലൊരു വെളിച്ചം പോലെ വരുന്നതും ഇവൻ്റെ ഇവൻ്റെ സീനിയർ അങ്കിളായിരിക്കും. മോനെ ഒന്നും ചെയ്യരുത്, അബദ്ധമൊന്നും ചെയ്യരുത്, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുമെന്ന് പറയുന്നതും ഇതാലോചിക്കുന്ന ഇവനാണെങ്കിൽ ഫുഡ് വേണമല്ലേ, സോഡ ആയാലോ എന്ന് ചോദിക്കുമ്പോൾ നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, നിൻ്റെ ചൂടാവുന്നത് കണ്ടപ്പോൾ നീ എന്തൊക്കെയോ ചെയ്യുമെന്ന് വിചാരിച്ചു, വേഗം പോയിട്ട് വാങ്ങിക്കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് ഈ ബുള്ളി ചെയ്യുന്ന പിള്ളേർ ഇവനിട്ടിട്ട് തൊഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഓടിയിട്ട് അത് വാങ്ങാൻ പോകുന്നുണ്ട്. പിന്നീട് ഹോസു ആണെങ്കിൽ ഇവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഈ പയ്യനെ പറ്റിയിട്ട്, ഇവനെ ഞാൻ അവിടെ കണ്ടത്, ഇവൻ ആൽക്കഹോളൊക്കെ കുടിച്ചിരുന്നു എന്ന് പറയുന്നതും വല്ലാത്ത സംഭവമായി പോയിരുന്നു പറയുന്ന ഇവരോട്. എന്നാലും അവൻ്റെ ആ ഒരു കുടി എന്നൊക്കെ പറഞ്ഞ് ഇവൾ ആലോചിക്കുന്നത് ഇവനെങ്ങനെ നന്നായിട്ട് വായ നോക്കിയിരുന്നല്ലോ, ആ ഒരു സീനായിരിക്കും. എനിക്കിത് എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഇവൾ കൺഫ്യൂഷൻ അടിക്കുന്നതും അവനിട്ട് എന്തായാലും ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് അല്ലേ എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ പിന്നീട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് പോകുമ്പോൾ ഹീസു ആണെങ്കിലും ഈ സ്പെക്സുകാരനോട് അതെ എപ്പോഴും ഇങ്ങനെ തല്ല് വാങ്ങേണ്ട ആവശ്യമില്ല, തിരിച്ചൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് പേടിക്കുന്നു പറയുമ്പോൾ എന്നിട്ട് തന്നെ നേരത്തെ അവരടിച്ചപ്പോൾ താനൊന്നും തിരിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ എൻ്റെ ബോഡി ഭയങ്കര സ്ട്രോങ് എന്ന് പറയുന്ന ഇവനാണെങ്കിൽ നേരത്തെ ആ ഒരു വീട് കണ്ടില്ലേ, ആ വീട്ടിൽ എന്താ സംഭവം അതെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഈ സ്കൂൾ പണിയുന്ന ടൈമിലുള്ളതാണ്, പണ്ട് ഈ ജപ്പാനുകാരൊക്കെ ഇവിടെ ഭരിച്ചിരുന്നില്ലേ ആ ടൈമിലുള്ളതാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഇവൻ ചോദിക്കുന്നത്. ഈ സ്പെക്സുകാരനാണെങ്കിൽ വാതോരാതെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ പറയുന്നത് അവിടെ ഡെഡ് ബോഡീസ് കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ നോക്കുമ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീസു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. പിന്നീട് ഒരു ഡെത്ത് സെറമണിയാണ് കേട്ടോ നടക്കുന്നത്. അങ്ങോട്ട് ഈ എന്നയുടെ അമ്മ അതായത് ചെയർവുമൺ വരുന്നതും ഈ മരിച്ച ആൾ ഇവരുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു സാറാണെന്ന് തോന്നുന്നു. കാരണം ഈ മരിച്ച ആളുടെ മകനെ ഈ ഫൗണ്ടേഷൻ ഏറ്റെടുക്കും, ഇനിയുള്ള പഠിപ്പൊക്കെ ഇവർ നടത്തുന്നു പറയുമ്പോൾ ഈ മരിച്ച ആളുടെ ലേഡിക്ക് നല്ല സമാധാനം ആകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ ഡ്രിങ്ക്സ് അടിക്കുന്ന ടൈമിൽ അവിടെ വരുന്ന മറ്റൊരു സ്റ്റാഫാണെങ്കിൽ ആൾ നല്ലൊരു മാഷായിരുന്നു അല്ലേ, അല്ല അവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങളായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ഈ ചെയർവുമൺ ആണെങ്കിൽ നൈസായിട്ട് വിഷയം മാറ്റുന്നുണ്ട്. പിന്നീട് പോകുമ്പോൾ ആളുടെ സ്റ്റാഫിനോട് പറയുന്നത് അല്ല എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കിയില്ലേ എന്നാണ്. അപ്പോൾ ഈ സ്റ്റാഫാണെങ്കിലും ഒരു ഓട്ടോപ്സി പോലും നടക്കത്തില്ല, അതുപോലും നടക്കാതെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതും അങ്ങനെ ആ തലവേദന ഒഴിഞ്ഞു, ഇനി സമാധാനമായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്ന ചെയർവുമണിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ മരണത്തിൽ ഇവർക്ക് കാര്യമായിട്ടുള്ള എന്തോ ഒരു പങ്കുണ്ട്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സീനിൽ ഹീസു ആണെങ്കിൽ സാറിനെ വിളിച്ചിട്ട് ഈ ഓൾഡ് ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ മിക്കവാറും ഈ ഗോൾഡ് ബാർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒളിപ്പിച്ച് വെക്കുമ്പോൾ ഒരുപാട് കാലം ഇരിക്കേണ്ടതല്ലേ, ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, ഹ്യൂമിഡിറ്റി പാടില്ല, അങ്ങനെയാണെങ്കിൽ കളർ പോകുക എന്നൊക്കെ പറയുമ്പോൾ അല്ല ഇതൊക്കെ നീ എന്തിനാ ഇപ്പോൾ പറയുന്നതെന്ന് ചോദിക്കുന്ന സാറിനോട് അല്ല ഞാൻ അവിടുത്തെ ഇലക്ട്രിസിറ്റി നോക്കിയപ്പോൾ മീറ്റർ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു ബിൽഡിങ്ങിൽ എന്തൊക്കെയോ ഒരു രഹസ്യങ്ങൾ ഉള്ളതുപോലെ, എന്തായാലും ഞാൻ ഇന്ന് രാത്രി തന്നെ അത് സെർച്ച് ചെയ്യുന്നു പറയുമ്പോൾ നീ ശ്രദ്ധിക്കണമെന്ന് സീനിയർ അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിലും ഈ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് വരുന്നതും ഈ സെക്യൂരിറ്റിക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതും അവിടെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഈ താഴത്തേക്ക് ഒരു സ്റ്റെയർ കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ അങ്ങോട്ട് ടോർച്ച് അടിക്കുന്ന ടൈമിലാണ് ഇവൻ്റെ സൈഡിൽ മറ്റൊരു ടോർച്ചിൻ്റെ വെളിച്ചം വരുന്നത് കേട്ടോ. ഇവനാണെങ്കിൽ നൈസായിട്ട് അങ്ങോട്ട് നോക്കുന്നതും ഒരാൾ അവിടെ ഗൺ പോയിന്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. ഈ പോയിന്റ് ഗൺ ചെയ്ത് നിൽക്കുന്ന ആൾ ആരായിരിക്കും? ഒരാൾ പോലും താമസിക്കാത്ത ഈ റൂമിൽ അയാൾ എങ്ങനെ വന്നു, എന്തിനു വന്നു, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ.